ഗോകുൽ, വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം കൂടി ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സിംഗിൾ ബെഞ്ച് വിമർശിച്ചത് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് അത് ഈ കേസിന്റെ മെറിറ്റിനെ തന്നെ ബാധിക്കും. അന്വേഷണ സംഘത്തെ സംശയ നിഴലിൽ നിർത്തുന്ന നിലപാടായി അത് മാറും. അന്വേഷണത്തിന്റെ മെറിറ്റ് വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് സ്വാഭാവിക ജാമ്യം തടയുന്നതിന് വേണ്ടി കൃത്യമായി കുറ്റപത്രം സമർപ്പിക്കുക മാത്രമാണ് പോംവഴിയെന്ന് സിംഗിൾ ബെഞ്ച് പറഞ്ഞെടുത്ത് ഈ അന്വേഷണ സംഘത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കുകയാണ്. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചതിൽ ആശങ്കയില്ലെന്ന് ഹൈക്കോടതി പറയുന്നു. 90 ദിവസത്തിന് ശേഷം ജാമ്യം ലഭിച്ചത് അന്വേഷണത്തെ ബാധിക്കുമെന്ന ആശങ്കയില്ല. അതിസങ്കീർണമായ കേസാണ് ശബരിമല സ്വർണ്ണക്കൊള്ള, അസാധാരണമായ കേസാണ് എന്നും ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. അതുകൊണ്ട് കുറച്ചുകൂടി സമയം ഈ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് നൽകണം എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. അതായത് ഈ സ്വാഭാവിക ജാമ്യം അതൊരു പ്രശ്നമല്ല, അത് കേസിന്റെ മെറിറ്റിനെ ബാധിക്കില്ല, അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തടസ്സമാകില്ല എന്ന നിലപാടാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഈ വിഷയത്തിൽ എടുക്കുന്നത്. അതിസങ്കീർണമായ കേസ്, സ്വാഭാവികമാണ്. കേസിന്റെ ഒരു നാൾ വഴി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. പ്രത്യേകിച്ച് ശാസ്ത്രീയ തെളിവുകൾ ഏറ്റവും നിർണായകമാകുന്ന ഒരു കേസാണ്. അതിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളൊക്കെ 1-2 മാസമെടുത്ത് വരേണ്ട ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ ദിവസങ്ങൾ ഒരുപാട് വേണ്ടിവരും. അത് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളൊരു ശ്രമകരമായ ദൗത്യമാണത്. കോടതി മനസ്സിലാക്കുന്നു എന്നാണ് നമ്മൾക്ക് ഈ നിരീക്ഷണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാനുള്ളത്. കോടതി അത് മനസ്സിലാക്കുന്നു, അതിന്റെ അതിസങ്കീർണത്വം കോടതി മനസ്സിലാക്കുന്നു. നേരത്തെ SITക്കെതിരെ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്ന് ഈ കൈയക്ഷരവുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയില്ല. അതോടൊപ്പം തന്നെ ഇതിന്റെ ഈ തൊണ്ടി മുതൽ കണ്ടെത്തുന്നതിൽ വലിയ ഗുരുതരമായ വീഴ്ച സംഭവിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നതെങ്കിലും ഇപ്പോൾ ഈ ബെഞ്ച് പക്ഷേ വളരെ കൃത്യമായി SITക്കൊപ്പം നിൽക്കുകയാണ്. ഇത് അതിസങ്കീർണമായ കേസാണ്. ഈ കേസിൽ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത്, അതായത് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജി വിധി പറയാൻ മാറ്റിയിട്ടുണ്ട്. കേസിലെ 2ാം പ്രതിയായ മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചു, ശ്രീകുമാറിന് ജാമ്യം ലഭിച്ചു. അതൊക്കെ വലിയ ആയുധമായി പ്രതിപക്ഷം ഉയർത്തി കാണിക്കുന്നുണ്ടെങ്കിലും ആ സ്വാഭാവിക ജാമ്യം ലഭിച്ചത് അന്വേഷണത്തെ ബാധിക്കില്ല എന്നാണ് നിലവിൽ ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കുന്നത്. അതായത് അന്വേഷണ സംഘത്തിൽ പൂർണ്ണ വിശ്വാസം, പൂർണ്ണ കോൺഫിഡൻസ് ദേവസ്വം ബെഞ്ചിന് ഉണ്ട് എന്നുള്ള നിരീക്ഷണമാണ് ഇപ്പോൾ ഈ ഹൈക്കോടതി ഈ പറയുന്ന CBI ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. അത് അങ്ങേയറ്റം ഈ പറയുന്ന SITയെ സംബന്ധിച്ച് അങ്ങേയറ്റം ആശ്വാസം തീർച്ചയായും വിഷ്ണു, ഇതുവരെ ഉയർന്ന ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ആരോപണങ്ങളെല്ലാം റദ്ദാക്കുന്ന തരത്തിലാണ് SITക്ക് അത് പ്രതിരോധിക്കാനാവുന്ന തരത്തിലുള്ള ഒരു നിരീക്ഷണമാണ് ഇന്ന് കോടതിയിൽ നിന്ന് വരുന്നത്. ദേവസ്വം ബെഞ്ചിൽ നിന്ന് വരുന്നത് SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത SIT രൂപീകരിച്ച ദേവസ്വം ബെഞ്ചിൽ നിന്നാണ് സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായകമായ നിരീക്ഷണങ്ങൾ വരുന്നത്. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചതിൽ കോടതിക്ക് ആശങ്കയില്ല, ദേവസ്വം ബെഞ്ചിന് യാതൊരു ആശങ്കയുമില്ല, എല്ലാ പ്രതികളും പിടിയിലാകുമെന്ന് പറയുന്നു. കുറച്ചുകൂടി സമയം അനുവദിക്കൂ എന്നാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിക്കാരോട് കോടതി പറയുന്നത്. ജാമ്യം ലഭിച്ചതിൽ സ്വാഭാവിക ജാമ്യത്തിൽ കോടതിക്ക് ആശങ്കയില്ല, അതിസങ്കീർണവും അസാധാരണവുമായ കേസാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്നുകൂടി ദേവസ്വം ബെഞ്ച് SIT രൂപീകരിച്ച ബെഞ്ച് പറയുന്നു. അതായത് നിലവിലെ SITയുടെ അന്വേഷണത്തിൽ, SITയുടെ പ്രവർത്തനത്തിൽ അതൊരു പ്രൊഫഷണൽ രീതിയിലുള്ള അപ്രോച്ചാണെന്നും എൻക്വയറി ആണെന്നും അടിവരയിടുകയാണ് ഹൈക്കോടതി. സ്വാഭാവികമായും SITക്ക് അന്വേഷണ സംഘത്തിന് ആത്മവിശ്വാസം നൽകുന്നതാണ്. ഇതുവരെ ഉയർന്നു വന്ന രാഷ്ട്രീയ വിമർശനങ്ങളിൽ പ്രതിരോധിക്കാൻ സർക്കാരിന് വക നൽകുന്നത് കൂടിയാണ് ഇന്നത്തെ കോടതിയുടെ പരാമർശങ്ങൾ. വിഷ്ണു, ഈ ഇടക്കാല കുറ്റപത്രം അല്ലെങ്കിൽ കരട് കുറ്റപത്രത്തിലേക്കൊക്കെ SIT കടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴും ഇനിയും VSSയിൽ നിന്ന് അന്തിമ ഫലം, ഈ സ്വർണ്ണപ്പാളികളുടെ പരിശോധനയുടെ അന്തിമ ഫലം ലഭിക്കണം. എങ്കിൽ മാത്രമേ എത്ര അളവിൽ സ്വർണം അവിടെ നിന്ന് നഷ്ടമായി എന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ പോലും കഴിയുകയുള്ളൂ. ആ സാഹചര്യത്തെയൊക്കെ കോടതി ഉൾക്കൊള്ളുന്നു എന്നതാണ് ഇന്നത്തെ നിരീക്ഷണങ്ങൾ വ്യക്തമാക്കുന്നത്. ഗോകുൽ, എല്ലാ സാഹചര്യങ്ങളെയും കോടതി ഉൾക്കൊള്ളുന്നു. അതാണ് ഒറ്റ വാക്കിൽ വളരെ ക്ലിയറായി പറഞ്ഞിട്ടുള്ളത്. അതിസങ്കീർണമായ കേസാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. അതുകൊണ്ട് അതിൻ്റെ കുറച്ചുകൂടി കാലതാമസം നേരിടും, കുറച്ചുകൂടി സമയം SITക്ക് നൽകണമെന്ന് ഹർജിക്കാരോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ സാങ്കേതികത്വം ഒക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ 4147 ഗ്രാം സ്വർണം ശബരിമലയിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. അതിൽ 467 ഗ്രാം സ്വർണം മാത്രമാണ് ഇതുവരെ കണ്ടെടുത്തിട്ടുള്ളത്. പക്ഷേ അതും ഈ പറയുന്നത് പോലെ തന്നെ അവിടുത്തെ തൊണ്ടി മുതലാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇനിയിപ്പോൾ അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട് VSSയിൽ നടത്തിയ പരിശോധനയുടെ പൂർണ്ണഫലം പുറത്തു വരേണ്ടിയിരിക്കുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു റിപ്പോർട്ടായി അല്ലെങ്കിൽ ഭാഗമായി മാറാനുള്ള സാഹചര്യമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.